മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നു. കമ്പം താഴ്വരയിലെ കർഷകർക്ക് ആശ്വാസം. 14,707 ഏക്കറോളം വരുന്ന നെൽകൃഷിക്കായാണ് തമിഴ്നാട് മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം കൃഷിയിടങ്ങളിലേക്ക് ഒഴുകിയെത്തിയതോടെ മാസങ്ങളായി പ്രതിസന്ധിയിലായിരുന്ന തമിഴ്നാട്ടിലെ കർഷകർക്ക് ആശ്വാസമായി. തേനി MP തങ്കത്തമിഴ് സെൽവന്റെയും കമ്പം MLA ജഗന്നാഥ മിശ്രയുടെയും സാന്നിധ്യത്തിലാണ് ഷട്ടറുകൾ തുറന്നത്. ഷട്ടറുകൾ തുറക്കുന്നതിന് മുന്നോടിയായി തമിഴ് കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകൾ നടന്നു. മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം കമ്പം MLA ജഗന്നാഥ മിശ്ര വീണ്ടും ആവർത്തിച്ചു. കേരളത്തിനാവശ്യമായ അരിയും പച്ചക്കറികളും നൽകുന്നതിനാണ് ജലനിരപ്പ് ഉയർത്തേണ്ടതെന്നും MLA പറഞ്ഞു. மழையினால விவசாயத்துக்கு ரொம்ப பாதிப்பு, வெஜிடேபிளுக்கு காய்கறிக்கெல்லாம் ரொம்ப பாதிப்பு. முல்லை பெரியார் அணையிலேருந்து வரக்கூடிய தண்ணீரில் நாங்கள் விவசாயம் செஞ்சு கேரளா வந்து நீரை பெற்று நாங்கள் திரும்ப உங்களுக்கு என்னவா கொடுக்குறோம், வெஜிடேபிள் ஆகவும் பச்சைக்கறி ஆகவும் மலைக்கறி ஆகவும் ஃப்ரூட்ஸ் ஆகவும் பாலாகவும் இறைச்சியாகவும் நாங்கள் கொடுத்துக்கிட்டு இருக்கோம். அது கொஞ்சம் தண்ணி கிடைக்காதனால கொஞ்சம் டிலே ஆகிருக்கு. இருந்தாலும் கண்டினியூ மழையினால் விவசாயம் நல்லா இருக்கும் அப்படின்னு நினைக்கிறேன். മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പും നീരൊഴുക്കും കൃത്യമായി വിലയിരുത്തിയ ശേഷമാണ് വെള്ളം തുറന്നുവിടാനുള്ള അന്തിമ തീരുമാനം തമിഴ്നാട് അധികൃതർ കൈക്കൊണ്ടത്. കമ്പം താഴ്വരയിലെ കർഷക സംഘടനകൾ ദീർഘനാളായി ഉന്നയിച്ചിരുന്ന ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരമായത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.